സോ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെല്ലിംഗ് കറക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു മെയിൻ ടോപ്പിക്കാണ്. സ്പെല്ലിംഗ് കറക്ഷൻ ആണ്. അതായത് 4 5 വേർഡ്സ് വന്നിട്ട് അതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് കാണും. അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ നിങ്ങളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വേർഡ്സ് ആയിട്ട് നോക്കാം. Identify the incorrectly spelled word in the given sentence. The chef used a special recipe for the gourmet dish. ഈ ഗോർമെറ്റ് എന്ന് പറയുന്ന വേർഡിലെ അതായത് ലക്ഷൂറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡാണ്, അല്ലെങ്കിൽ ഡൈനിങ് എക്സ്പീരിയൻസ് ആണ്. ഈ ചില ഹോട്ടലുകളിലൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഗോർമെന്റ് എന്നുള്ള വേർഡ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. ചില വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗോർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി എന്താ പറയുന്നത്, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗോർമെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹൈ ക്വാളിറ്റി ലക്ഷൂറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡിനെ അല്ലെങ്കിൽ ഡൈനിങ് എക്സ്പീരിയൻസിനെയാണ് നമ്മൾ ഗോർമെറ്റ് എന്ന് പറയുന്നത്. GOURMET എന്ന് തന്നെയാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള വേർഡാണ് കേട്ടോ. ഷെഫ് എന്നുള്ള വേർഡ് ഓക്കെയാണ്. സ്പെഷ്യൽ എന്നുള്ള വേർഡ് ഓക്കെയാണ്. റെസിപ്പി എന്ന് പറയുന്ന വേർഡിൻ്റെ ഓക്കെ അല്ല. റെസിപ്പി എന്ന് പറയുന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? RECIPE എന്നുള്ള വേർഡാണ് റെസിപ്പിയുടെ സ്പെല്ലിംഗ് എന്താണ്? RECIPE, റെസിപ്പി എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിംഗ് കേട്ടോ. അപ്പോൾ റെസിപ്പി എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിംഗ് RECIPE എന്നുള്ളതാണ്. അപ്പോൾ ഗോർമെറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ഹൈലി ആയിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ലക്ഷൂറിയസ് ഓർ റിഫൈൻഡ് ഫുഡ് അല്ലെങ്കിൽ ഡൈനിങ് എക്സ്പീരിയൻസിൻ്റെ എന്ന് പറയുന്ന മീനിങ് ആണ് ഗോർമെറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. ഗോർമെറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ നമ്മളിപ്പം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കാണുമല്ലോ, ഈ പല ഹോട്ടലുകളുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഈ ഗോർമെറ്റ് എന്നൊക്കെ പറയുന്ന വേർഡ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പല ഹോട്ടലുകളുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഗോർമെറ്റ്. GOURMET എന്നുള്ളതാണ്. അത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് അറിഞ്ഞിരിക്കുക. റെസിപ്പി എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. RECIPE എന്നുള്ളതാണ് വേർഡ് മീനിങ്. എന്താണ്? RECIPE എന്നുള്ളതാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസിറ്റ്, ക്വാറന്റൈൻ, പ്രാക്ടീസ്, കോൺസെൻട്രേറ്റ്. എന്തൊക്കെയാണ് എലിസിറ്റ്? എന്താണെന്ന് വെച്ചാൽ ഡ്രോ ഔട്ട് എന്നാണ്. എലിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടു ഡ്രോ ഔട്ട് എന്നാണ് എലിസിറ്റ്, ടു ഡ്രോ ഔട്ട്. ക്വാറന്റൈൻ, പ്രാക്ടീസ്, കോൺസെൻട്രേറ്റ്. പ്രാക്ടീസ് എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണ്. കോൺസെൻട്രേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്. പക്ഷേ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇവിടെ വരുന്ന വേർഡിൻ്റെ വേർഡ് സ്പെല്ലിംഗ് ഏതാണെന്ന് വെച്ചാൽ ക്വാറന്റൈൻ ആണ്. ക്വാറന്റൈൻ്റെ സ്പെല്ലിങ് QUARANTINE എന്നാണ് കേട്ടോ. ക്വാറന്റൈൻ്റെ സ്പെല്ലിങ് ഇതെന്നാണ്, NE എന്നാണ് ക്വാറന്റൈൻ. അപ്പം REN അല്ല, RAN ആണ് ക്വാറന്റൈൻ. സോ വാട്ട് ഇസ് ദ സ്പെല്ലിങ് ഓഫ് ക്വാറന്റൈൻ? QUARANTINE, ക്വാറന്റൈൻ എന്നാണ് കേട്ടോ. അപ്പം വാട്ട് ഇസ് ദ കറക്റ്റ് സ്പെല്ലിങ് ഓഫ് ക്വാറന്റൈൻ? QUARANTINE, ക്വാറന്റൈൻ. ക്വാറന്റൈൻ മീൻസ് ഈ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ആണ്. നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ നമ്മളെല്ലാം ക്വാറന്റൈനിൽ ഇരിക്കണമെന്ന്, ആൾക്കാരെല്ലാവരും ക്വാറന്റൈനിൽ ഇരിക്കണമെന്ന്. മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ആണ് കേട്ടോ. അതാണ് ക്വാറന്റൈൻ എന്ന് പറയുന്ന വേർഡ് മീനിങ്. എലിസിറ്റ് മീൻസ് ടു ഡ്രോ ഔട്ട് എന്നാണ്. ടു ഡ്രോ ഔട്ട് അല്ലെങ്കിൽ ടു ഇവോക്ക് എന്നാണ്. ടു ഇവോക്ക്. മറ്റേതാണ് ക്വാറന്റൈൻ മീൻസ് റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗോർമെറ്റ്? വേർഡ് മീനിങ്ങും പഠിച്ചു പോകണം ഇതിനകത്തുനിന്ന് കേട്ടോ. അപ്പോൾ ഗോർമെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ക്വാളിറ്റി ലക്ഷൂറിയസ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഡൈനിങ് എക്സ്പീരിയൻസിനെ വിളിക്കുന്ന പേരാണ്. ക്വാറന്റൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ആണ് കേട്ടോ. അടുത്തത് എൻഷുർ, കലണ്ടർ, അപ്പോളജി, സർട്ടിഫിക്കറ്റ്. അപ്പം അടുത്ത വേർഡ് എന്ന് പറയുന്നത് എൻഷുർ ആണ്, കലണ്ടർ ആണ്, അപ്പോളജി ആണ്, സർട്ടിഫിക്കറ്റ് ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കലണ്ടർ ആണ്. അതായത് കലണ്ടർ എന്ന് പറയുന്ന വേർഡിൻ്റെ സ്പെല്ലിങ് CALENDAR എന്നാണ് കലണ്ടർ. ഓക്കെ, CALENDAR എന്നാണ് കലണ്ടറിൻ്റെ സ്പെല്ലിങ്. കലണ്ടർ. ബാക്കി എല്ലാത്തിൻ്റെയും വേർഡ് മീനിങ് അറിയാം. അപ്പോളജി അറിയാം, സർട്ടിഫിക്കറ്റ് അറിയാം, കലണ്ടർ അറിയാം, എൻഷുർ അറിയാം. എൻഷുർ കഴിഞ്ഞാൽ ഉറപ്പാക്കുക എന്നുള്ള വേർഡ് മീനിങ് ആണ്. 22-ൽ ബാറ്ററി ആണോ, ബിഗിനിങ് ആണോ, ബോ ആണോ? ബോ മീൻസ് ലാർജ് ബ്രാഞ്ച് ഓഫ് എ ട്രീ എന്നാണ്. എന്താണ് ബോയുടെ മീനിങ്? ലാർജ് ബ്രാഞ്ച് ഓഫ് എ ട്രീ എന്നാണ്. ഓക്കെ, ബോ ആണോ, ബിഗിനിങ് ആണോ, ബാരിസ്റ്റർ ആണ്. ബാരിസ്റ്റർ മീൻസ് ലോയർ എന്നാണ് കേട്ടോ. ഈ കോമൺവെൽത്ത് നേഷൻസിലെല്ലാം UK യിലും എല്ലാം ലോയറിനെ നമ്മൾ വിളിക്കുന്നത് ബാരിസ്റ്ററാണ്. നമ്മുടെ നാട്ടിലൊന്നും ബാരിസ്റ്ററിനൊന്നും വിളിക്കാറില്ല. ഓക്കെ, UK യിലും കോമൺവെൽത്ത് നേഷൻസ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ എല്ലാം എന്താണ് ബാരിസ്റ്റർ മീൻസ് ലോയർ എന്നാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഓക്കെയാണ്. ബോൺ BOUGH. എന്താണ് BOUGH? ബോ മീൻസ് ലാർജ് ബ്രാഞ്ച് ഓഫ് എ ട്രീ എന്നാണ് കേട്ടോ. ബോ മീൻസ് ലാർജ് ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഇനി അടുത്തത് ബിഗിനിങ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് സ്പെല്ലിംഗ് എന്ന് എഴുതി നോക്കിക്കേ. ബിഗിനിങ് BEGINNING ബിഗിനിങ് കണ്ടോ. എഴുതി നോക്കുമ്പോൾ നമുക്ക് വന്ന എന്താണ് 2N വന്നു അല്ലേ, 2N വന്നു. അപ്പോൾ ബിഗിനിങ്ങിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? BEGINNING എന്നാണ്. ഓക്കെ, ബിഗിനിങ്. അപ്പം ബാരിസ്റ്റർ മീൻസ് ലോയർ, ബോ മീൻസ് ലാർജ് ബ്രാഞ്ച് ഓഫ് എ ട്രീ എന്നാണ്. ഓക്കെ, അടുത്തത് അറ്റൻഡൻസ് ആണോ, അലോട്ടിംഗ് ആണോ, അക്കമ്പനി ആണോ, ഓട്ടോമാറ്റിക് ആണോ? അറ്റൻഡൻസിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണല്ലോ അല്ലേ. ATTENDANCE ആണ് അറ്റൻഡൻസ്. അലോട്ടിങ്ങിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ALLOTTING എന്നാണ്. അലോട്ടിങ്ങിൻ്റെ സ്പെല്ലിങ്ങിന് എത്ര ടി വേണം? 2 ടി വേണം, 2 L വേണം, 2 ടിയും വേണം കേട്ടോ. അലോട്ടിങ് ALLOTTING എന്നാണ് അലോട്ടിങ്. അക്കമ്പനി ശരിയാണ്, ഓട്ടോമാറ്റിക് ശരിയാണ്, അത് ഓക്കെയാണ്. അപ്പോൾ 24 എന്ന് പറയുന്നത് ഇറസിസ്റ്റബിൾ. ദ അരോമ ഓഫ് ഫ്രഷ്ലി ബ്രൂഡ് കോഫി വാസ് ഇറസിസ്റ്റബിൾ. അരോമ മീൻസ് സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ്ലി ബ്രൂഡ് കോഫി വാസ് ഇറസിസ്റ്റബിൾ എന്നാണ്. ഇറസിസ്റ്റബിൾ മീൻസ് ഭയങ്കര അട്രാക്റ്റീവ് എന്നാണ്, ഭയങ്കര അട്രാക്റ്റീവ്. ഇറസിസ്റ്റബിൾ മീൻസ് അട്രാക്റ്റീവ്, റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയാത്ത വിധം ഭയങ്കര അട്രാക്റ്റീവ്. ടു പവർഫുൾ ഓർ അട്രാക്റ്റീവ് ടു ബി റെസ്ട്രിക്റ്റഡ് എന്നാണ്. റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയാത്തത്ര മാത്രം അട്രാക്റ്റീവ് അല്ലെങ്കിൽ പവർഫുൾ എന്നാണ് ഇറസിസ്റ്റബിളിൻ്റെ സ്പെല്ലിംഗ്. ഇറസിസ്റ്റബിളിൻ്റെ സ്പെല്ലിംഗ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വേർഡിൻ്റെ സ്പെല്ലിംഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ നമ്പർ സി ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ സി. IRRESISTIBL ഇറസിസ്റ്റബിൾ. ഇറസിസ്റ്റബിൾ. മറ്റേതിനകത്ത് എന്ത് വന്ന്? SS വന്നു, 2 S വന്നു. 2 Sൻ്റെ ആവശ്യമില്ല, ഒരു Sൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. SSIS വേണ്ട, ഒരു SIS മതി കേട്ടോ. അപ്പോൾ ഇറസിസ്റ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പവർഫുൾ അട്രാക്റ്റീവ് ടു ബി റെസ്ട്രിക്റ്റഡ് ആണ്. റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്ര വിധം പവർഫുൾ ഓർ അട്രാക്റ്റീവ് എന്നാണ് ഇറസിസ്റ്റബിൾ എന്നുള്ള മീനിങ്. സോ വാട്ട്സ് ദ സ്പെല്ലിംഗ് ഓഫ് ഇറസിസ്റ്റബിൾ? IRRE. ഓപ്ഷൻ നമ്പർ സി ഇസ് ദ കറക്റ്റ് ആൻസർ. IRRE അത് എഴുതേണ്ട ആവശ്യമില്ല, SISTIBL. ഓക്കെ, ഇനി അടുത്തത് ദ റിഡിക്കുലസ് പ്രാങ്ക്സ് പോർട്രേഡ് ദ സൈക്കോപാൻസ് ആർ ഇൻടോളറബിൾ ഒക്കേഷണലി. ഒക്കേഷണലി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള വേർഡാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡാണ് ഒക്കേഷണലി. OCCASSIONALLY ആണോ അതോ ഒരു എസ്സേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഒരു എസ്സേ ഉള്ളൂ കേട്ടോ. അന്ന് 2 എസ് ചോദിച്ചിട്ടുണ്ട്, ഒരു എസ്സേ ഉള്ളൂ കേട്ടോ. ഇവിടെ സൈക്കോപാൻസ് എന്നുള്ള റിഡിക്കുലസ് ഉള്ള വേർഡ് നോക്കിക്കുക. റിഡിക്കുലസ് കറക്റ്റ് ആണ് അല്ലേ. CULOUS എന്നുള്ളതാണ്, അത് കറക്റ്റാണ്, അത് അറിഞ്ഞിരിക്കുക. റിഡിക്കുലസ് RICDICULOUS റിഡിക്കുലസ്. റിഡിക്കുലസ് മീൻസ് ഫൂളിഷ്നെസ് ആണ്. ഒക്കേഷണലി സൈക്കോപാൻസ്. സൈക്കോപാൻസ് മീൻസ് പാരസൈറ്റ്സ് ആണ്. അതായത് പാരസൈറ്റ്സ് മീൻസ് നമ്മൾ പാരസൈറ്റ് നമ്മൾ പറയുന്നുണ്ട് മലയാളത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ സോപ്പിട്ട് കൂടെ നിന്ന് പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടി സോപ്പിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സൈക്കോപാൻസ് എന്ന് പറയുന്നത്. എന്താ വിളിക്കുന്നത്? സൈക്കോപാൻസ്. ഇവരുടെ സ്പെല്ലിംഗ് എന്ന് വെച്ചാൽ SYKO അല്ല, SYCO എന്നാണ്. എന്താണ് സ്പെല്ലിങ്? സൈക്കോപാൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SYCOPHANTS സൈക്കോപാൻസ്. ഇതാണ്. ഇത് K എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? ഈ K എന്നുള്ളത് C ആയിട്ട് മാറണം കേട്ടോ. K എന്നുള്ളത് എന്തായിട്ട് മാറണം? C. സൈക്കോപാൻസ്. അതായത് പാരസൈറ്റ്സ് ആണ്. മറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. മറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പടർന്ന് പിടിച്ചങ്ങ് കയറുകയാണ്. പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്തിൾ മാവേൽ ഇങ്ങനെ പടർന്ന് പിടിച്ചങ്ങ് കയറത്തില്ല. എന്നിട്ട് ഇത്തിൾ എന്താ ചെയ്യുന്നത്? മാവ് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഫുഡും ന്യൂട്രിയൻസും എല്ലാം വലിച്ചെടുത്ത് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനാണ്. അതാണ് പാരസൈറ്റ് എന്നുള്ള അർത്ഥം. അപ്പം ഈ സൈക്കോപാൻസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പാരസൈറ്റ് ആണ്. അതായത് വെൽത്തി ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എന്താ പറയുക ചാരി നിന്ന് അവരിൽ നിന്നും പേഴ്സണൽ അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുക, ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് സൈക്കോപാൻസിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം റിഡിക്കുലസ് ഓക്കെയാണ്, ഒക്കേഷണലി ഓക്കെയാണ്. ഒക്കേഷണലി ഒരു എസ്സേ ഉള്ളൂ, അത് ഓർത്തോണം കേട്ടോ. സൈക്കോപാൻസിന് SYCO ആണ്, KO അല്ല. PHANTS. PH ഉണ്ട്. പോർട്രേഡ് ഓക്കെയാണ്. അടുത്തത് 26ൽ മെറ്റിക്കുലസ് ആണോ, എസ്തെറ്റിക് ആണോ, അൺപാരലൽഡ് ആണോ, കൺഫേർഡ് ആണോ? മെറ്റിക്കുലസ് ആണോ, എസ്തെറ്റിക് ആണോ? അറിയാവുന്ന ഏതൊക്കെ ഉണ്ട്? എസ്തെറ്റിക് അറിയാവുന്ന നോക്കുക. AESTHETIC എസ്തെറ്റിക് കറക്റ്റ് ആണ്. ഇതാണ് കുറച്ച് സ്പെല്ലിംഗ് ഓഫ് എസ്തെറ്റിക്. AESTHETIC എസ്തെറ്റിക് കറക്റ്റ് ആണ്. അൺപാരൽഡ് കറക്റ്റ് ആണ്. കൺഫേർഡ് മീൻസ് ഗിവൺ ഓർ ഗ്രാൻഡ് എന്നാണ്. ഗിവൺ ഓർ ഗ്രാൻഡ് അവാർഡ് ഓർ ടൈറ്റിലോ ഒക്കെ നൽകുന്നതിന് വിളിക്കുന്ന പേരാണ് കൺഫേർഡ് കേട്ടോ. കൺഫേർഡ് മീൻസ് ഗിവൺ ഓർ അവാർഡ് ഓർ ഗ്രാൻഡ് എ ടൈറ്റിൽ ഓർ അവാർഡ് കേട്ടോ. ഗിവൺ ആൻ അവാർഡ് അല്ലെങ്കിൽ ഗ്രാൻഡ്
എ ടൈറ്റിൽ ഓർ അവാർഡ് കൺഫേർഡ് IPS എന്നൊക്കെ പറയത്തില്ലേ അല്ലേ നമ്മൾ റിട്ടയർ ആകാൻ സമയമാകുമ്പോഴത്തേന് ഈ IPS ഓഫീസേഴ്സിനെല്ലാം കൺഫേർഡ് IPS അല്ല SP ഓഫീസേഴ്സിനെല്ലാം കൺഫേർഡ് IPS കിട്ടാറുണ്ട്. പോലീസുകാർക്കൊക്കെ IPSകാർക്കല്ല SP റാങ്കിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ റിട്ടയർമെൻറ്റ് ആകാറാകുമ്പോഴത്തേന് കൺഫേർഡ് IPS കൊടുക്കാറുണ്ട്. അതായത് IPS അവർക്കങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സാം ഒന്നും എഴുതി ക്ലിയർ ചെയ്യാതെ അവർക്ക് IPS കൺഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ഗ്രാൻഡ് ചെയ്യുക ചെയ്യാറ്. അപ്പോൾ എസ്തെറ്റിക് മീൻസ് റിലേറ്റഡ് ടു ബ്യൂട്ടി എന്നാണ്. എന്താണ് റിലേറ്റഡ് ടു ബ്യൂട്ടി? എസ്തെറ്റിക്. ഇനി അടുത്തത് മെറ്റിക്കുലസിൻ്റെ സ്പെല്ലിങ് OUS എന്നാണ്. എന്താണ് OUS? മെറ്റിക്കുലസിൻ്റെ സ്പെല്ലിങ് എന്താണ്? METICULOUS. മെറ്റിക്കുലസ് കണ്ടോ? എന്താണ് മെറ്റിക്കുലസ്? METICULOUS. മെറ്റിക്കുലസ് മീൻസ് കെയർഫുൾ എന്നാണ് കേട്ടോ. മെറ്റിക്കുലസും സ്ക്രൂപ്പുലസും. മെറ്റിക്കുലസിന് അതേ മീനിങ് വരുന്ന മറ്റൊരു വേർഡാണ് സ്ക്രൂപ്പുലസ്. ഇവ രണ്ടും സിനോണിമാണ് കേട്ടോ. സ്ക്രൂപ്പുലസ് അപ്പം മെറ്റിക്കുലസും സ്ക്രൂപ്പുലസും. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും സ്പെല്ലിങ് മീനിങ് ഒന്നാണ് കേട്ടോ. കെയർഫുൾ എന്നുള്ള മീനിങ് ആണ്. മെറ്റിക്കുലസ് അതിൽ ഷോയിങ് എക്സ്ട്രീം കെയർഫുൾ എന്നാണ് കേട്ടോ. എക്സ്ട്രീം കെയർ. എസ്തെറ്റിക് മീൻസ് റിലേറ്റഡ് ടു ബ്യൂട്ടി അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ ഗുഡ് ടേസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഗുഡ് ടേസ്റ്റ്. നെക്സ്റ്റ് വേർഡ് നോക്കാം. സെഡിഷൻ ആണോ സെഡിമെൻ്റ് ആണോ സെഡക്ഷൻ ആണോ സെഡിഷൻ ആണോ? ഇൻകറക്റ്റ് വേർഡ് പറഞ്ഞാൽ സെഡേഷൻ ആണോ സെഡിമെൻറ്റ് കറക്റ്റാണ്. അടിയുക എന്നുള്ളതാണ് അല്ലേ? അടിയുക. സെഡിമെൻറ്റ് ചെയ്യാന്ന് മണ്ണല്ലേ നമ്മൾ സെഡിമെൻറ്റ് ചെയ്യാന്ന് നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ അല്ലയോ? സെഡക്ഷൻ നമുക്ക് അറിയാവുന്ന വേർഡാണ് സെഡക്ഷൻ. ഓക്കെ. അത് കഴിയുമ്പോഴത്തേന് അടുത്ത വേർഡ് എന്താണ്? സെഡീഷൻ ആണോ സെഡിഷൻ ആണോ? സെഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെഡേഷൻ നമ്മൾ പറയത്തില്ലേ മരുന്ന് കൊടുത്തതിന് ശേഷം വിളിക്കല്ലേ സെഡേഷൻ, മരുന്നിൻ്റെ സെഡേഷനിലാണെന്ന് പറയത്തില്ലയോ? ആ സ്പെല്ലിങ് SEDE അല്ല SEDA ആണ്. പുട്ടിനെ കാം ഓർ സ്ലീപ്പ് സ്റ്റേറ്റിനാണ് കേട്ടോ. എന്തായാലും പുട്ടിനെ കാം ഓർ സ്ലീപ്പ് സ്റ്റേറ്റിനാണ് കേട്ടോ. സെഡിഷൻ എന്താണ്? സെഡിഷൻ SEDID. ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷൻ റിവോൾട്ട് അല്ലെങ്കിൽ റിബല്യൻ ആണ് അല്ലെങ്കിൽ മ്യൂട്ടണി ആണ്. റിവോൾട്ട് എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. റിവോൾട്ട്. ആരുടെയെങ്കിലും പ്രസംഗമൊക്കെ കേട്ടിട്ട് നമ്മളതിൽ പ്രചോദനം കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? യുദ്ധത്തിന് തയ്യാറാകുക അല്ലെങ്കിൽ റിവോൾട്ടിന് വിപ്ലവത്തിന് തയ്യാറാകുന്നതിനെ വിളിക്കുന്ന അങ്ങനെയുള്ള യുദ്ധങ്ങളെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിപ്ലവങ്ങളെ വിളിക്കുന്ന പേരാണ് സെഡിഷൻ എന്ന് പറയുന്നത് കേട്ടോ. സെഡിഷൻ. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത് സെഡേഷൻ എന്നുള്ള വേർഡാണ്. സെഡേഷൻ്റെ കറക്റ്റ് സ്പെല്ലിങ് കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് എന്താണ്? SEDATIOA എന്നുള്ള വേർഡാണ് കേട്ടോ. ഇവിടെ SEDA എന്നുള്ള വേർഡാണ് അവിടെ വരുന്നത്. SEDA സെഡേഷൻ എന്നുള്ള വേർഡാണ്. സെഡിമെൻറ്റ് മീൻസ് അടിയുക എന്നുള്ള വേർഡാണ് സെഡേഷൻ. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് സെഡേഷൻ. അടുത്തത് എവിഡൻസ് കൊറോബറേറ്റഡ് ഹൈപ്പോത്തിസിസ് സയൻറ്റിസ്റ്റ്. എവിഡൻസിൻ്റെ സ്പെല്ലിംഗ് ഒറ്റ ഉടനെ നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇൻകറക്റ്റ് ആണ് അല്ലേ? എവിഡൻസ് EVIDENCE. എവിഡൻസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? EVIDENCE. എവിഡൻസ്. കൊറോബറേറ്റഡ് കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഹൈപ്പോത്തിസിസ് കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. സയൻറ്റിസ്റ്റും കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് ആണ്. എന്താണ്? എവിഡൻസ് കേട്ടോ. ഇഡിയോട്ടിക് ആണോ പ്രൊസീഡ് ആണോ ആങ്സൈറ്റി ആണോ റിസീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് റിസീവ് ആണ്. റിസീവിൻ്റെ സ്പെല്ലിംഗ് RECIVE ആണ്. RECI അല്ല CEI ആണ്. ഇവർ തന്നേക്കുന്നത് CIE എന്നാണ്. അതിനെ നമ്മൾ തിരിച്ചിടുക. IE എന്നുള്ളതിനെ നമ്മൾ എന്താക്കുക? EI എന്നാക്കുക. അപ്പോൾ ഓടിച്ച സ്പെല്ലിംഗ് റിസീവ് ഒറ്റ ഓടത്തിൽ നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. അതേപോലെയാണ് സെപ്പറേറ്റ്. അതുപോലെ സെപ്പറേറ്റ് എന്നുള്ള സ്പെല്ലിംഗ് വേർഡിൻ്റെ സ്പെല്ലിംഗ് അതും ചോദിച്ചിട്ടുണ്ട്. SEPARATE എന്നാണ്. അവർ കണ്ട് SEPERATE സെപ്പറേറ്റ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. SEPE അല്ല SEPA ആണ് കേട്ടോ. സെപ്പറേറ്റ്. അതും കൂടെ അറിഞ്ഞിരിക്കുക. പ്രൊസീഡ് കറക്റ്റാണ്. ഇഡിയോട്ടിക് കറക്റ്റാണ്. ആങ്സൈറ്റി കറക്റ്റാണ് അല്ലേ? ഇഡിയോട്ടിക് മീൻസ് എന്താണ്? എക്സ്ട്രീംലി ഫൂളിഷ്, സ്റ്റുപ്പിഡ്. ഇഡിയോട്ടിക് ഇഡിയറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഇഡിയറ്റ്. എക്സ്ട്രീംലി സ്റ്റുപ്പിഡ് ഓർ ഫൂളിഷ് എന്നുള്ള മീനിങ് ആണ് ഇഡിയോട്ടിക്. അപ്പോൾ ആങ്സൈറ്റി അറിയാം, റിസീവ് അറിയാം. വാട്ട് ഇസ് സ്പെല്ലിംഗ് റിസീവ്? RECEIVE റിസീവ് കേട്ടോ. അടുത്തത് ക്രിട്ടിക്ഡ്, ഇനാക്യുറസീസ്, ന്യൂമറസ്, ഇൻകൺസിസ്റ്റൻസീസ്. ഇവിടെ ഇനാക്യുറസീസ് ആണ് ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. ഇനാക്യുറസീസ് INACC ആണ് വരേണ്ടത്. ഇവിടെ എന്താണ് വേണ്ടത്? INACC ആണ്. 2 C വരണം ഇല്ലയോ? 2 C യോടെ വരണം. ഒരു സിയുടെ കുറവുണ്ട് അവിടെ.
അപ്പം അവിടെ എന്ത് പറയുന്നത് INACCURACIES ഇനാക്യുറസീസ്. ക്രിട്ടിക് മീൻസ് ഇവാലുവേറ്റ് ഓർ എക്സാം എന്നാണ് ക്രിട്ടിക് കേട്ടോ. CRITIQUE ക്രിട്ടിക് മീൻസ് ഇവാലുവേറ്റ് ഓർ എക്സാമിൻ എന്നാണ്. എക്സാമിൻ ഓർ ഇവാലുവേറ്റിംഗ് സംതിങ് എന്നാണ് കേട്ടോ. ഇൻകൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ കോൺട്രഡിക്ഷൻസ് ആണ്. ഇൻകൺസിസ്റ്റൻസീസ് എന്ന് വെച്ചാൽ എന്താണ്? കോൺട്രഡിക്ഷൻസ്. ന്യൂമറസ് മീൻസ് നമ്പർ ഓഫ്, ധാരാളം എന്നാണ്. ഇൻകൺസിസ്റ്റൻസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രഡിക്ഷൻസ് ആണ്. സോ വാട്ട് ഈസ് ദ മീനിങ്? ഇൻകൺസിസ്റ്റൻസീസ്, കോൺട്രഡിക്ഷൻസ്. അടുത്തത് എംബരാസ്മെന്റ് ആണോ, ഇൻഅഡ്വേർട്ട്മെന്റ് ആണോ, മെയിൻ്റനൻസ് ആണോ, നെസസറി ആണോ? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്. അതായത് മെയിൻ്റനൻസിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കേ. മെയിൻ്റനൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? മെയിൻ്റനൻസിൻ്റെത് കറക്റ്റ് സ്പെല്ലിങ് MEINTENANCE മെയിൻ്റനൻസ്. ഇതാണ് മെയിൻ്റനൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്. കണ്ടോ? മെയിൻ്റനൻസ്. അപ്പോൾ എന്താണ് അവിടെ മിസ്റ്റേക്ക് വന്നത്? NEN എന്നുള്ളത് എന്തായി മാറി? NAN എന്നായി മാറി. അയ്യോ, NEN എന്നുള്ളത് എന്തായി മാറി? NAN എന്നായി. മെയിൻ്റനൻസ്. ഇൻഅഡ്വേർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഇൻഅഡ്വേർട്ട്മെൻറ്റ് മീൻസ് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ആക്ഷന്, പ്ലാൻഡ് ആയിട്ട് അല്ലാത്ത ആക്ഷനെ വിളിക്കുന്ന പേരാണ് ആക്ഷൻ ദാറ്റ് ഈസ് നോട്ട് ഇൻറ്റൻഷണൽ. ആക്ഷൻ ദാറ്റ് ഈസ് നോട്ട് ഇൻറ്റൻഷണൽ, അതായത് ഇൻറ്റൻഷനൽ അല്ലാത്ത അല്ലെങ്കിൽ ഡെലിബറേറ്റ് അല്ലാത്ത അല്ലെങ്കിൽ പ്ലാൻഡ് അല്ലാത്ത ആക്ഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഅഡ്വേർട്ടൻറ്റ്. എംബരാസ്മെൻറ്റ് മീൻസ് ഫീലിംഗ് ഓഫ് ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ ഷെയിം ആണ് എംബരാസ്മെൻറ്റ്. ഹീസ് എംബരാസ്ഡ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? എംബരാസ്മെൻറ്റ് മീൻസ് ഫീലിംഗ് ഓഫ് ഡിസ്കംഫോർട്ട് ആണ് അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് ഷെയിം. ഇൻഅഡ്വേർട്ട്മെൻറ്റ് മീൻസ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് നോട്ട് ഇൻറ്റൻഷണൽ അല്ലെങ്കിൽ ഡെലിബറേറ്റ് ഓർ പ്ലാൻഡ്. നെസസറിയുടെ സ്പെല്ലിംഗ് അറിയാമല്ലോ. ഓക്കെ, അപ്പം മെയിൻ്റനൻസിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കോളുക. നെസസറിക്ക് 2 S ഉണ്ട് കേട്ടോ. NECESSARY എന്നാണ് കേട്ടോ. NECESSARY നെസസറി. അടുത്തത് റീകാൽസിട്രൻറ്റ്, കോംപ്രമൈസ്, എറിഡിഷൻ, അരഗൻസ്. അതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള കോംപ്രമൈസ് നമുക്ക് ആദ്യം അറിയാവുന്ന വേർഡല്ല നോക്കാം. കോംപ്രമൈസ് കറക്റ്റ് ആണ് അല്ലേ? നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. എറുഡിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നോളജ് ആണ്. എറുഡിഷൻ എന്ന് വെച്ചാൽ എന്താണ്? നോളജ് ഭയങ്കര ഡീപ്പായിട്ടുള്ള. എറുഡൈറ്റ് എന്ന് പറയാറുണ്ട്. ഭയങ്കര വെൽ ലേൺഡ് ആയിട്ടുള്ള ആൾക്കാരെ എറുഡൈറ്റ് എന്ന് പറയാറുണ്ട്. എറുഡൈറ്റ് വെൽ ലേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്കോളറായിട്ട് പണ്ഡിതരായിട്ടുള്ള വ്യക്തികളെ നമ്മൾ എറുഡൈറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എറുഡിഷൻ മീൻസ് എന്താണ്? ഡീപ്പ് അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നോളജ് എന്നാണ് മീനിങ് കേട്ടോ. ഡീപ്പ് എക്സ്റ്റെൻസീവ് നോളജ് എറുഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് റീകാൽസിട്രൻ്റ് ആണ്. എന്താണ്? റീകാൽസിട്രൻ്റ് ആണ്. സ്റ്റബോൺലി ഡിസൊബീഡിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് റീകാൽസിട്രൻ്റ്. എന്താണ് റീകാൽസിട്രൻറ്റിൻ്റെ സ്പെല്ലിങ്? TRE അല്ല, അവിടെ A ആണ് വരേണ്ടത് കേട്ടോ. റീകാൽസിട്രൻ്റ്. സ്റ്റബോൺലി ഡിസൊബീഡിയൻ്റ് ആണ്. ഭയങ്കര സ്റ്റബോൺ ആയിരിക്കും. സ്റ്റബോൺലി ഡിസൊബീഡിയൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ടു മാനേജ് ഓർ കൺട്രോൾ. ഇവരെ ഭയങ്കര മാനേജ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഇവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഡിഫിക്കൽട്ട് ടു മാനേജ് ഓർ കൺട്രോൾ. എറുഡിഷൻ മീനിങ് ഈസ് ഡീപ്പ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നോളജ് ആണ്. The diligent student studied hard for the exam, earning a well-deserved top score on the test. Well-deserved correct ആണ്. Diligent, studied, earning. ഇതിനകത്ത് studied correct ആണ് അല്ലേ? diligent ആണ്. diligent അല്ല, diligent എന്നാണ്. ഹാർഡ് വർക്കിംഗ് ആണ് മീനിങ് അല്ലേ? diligent എന്നാണ്. DELIGENT. diligent മീനിങ് ഈസ് ഹാർഡ് വർക്കിംഗ് എന്നാണ് കേട്ടോ. ഹാർഡ് വർക്കിംഗ് എന്താണ് മീനിങ്? ഹാർഡ് വർക്കിംഗ് എന്നാണ്. ഹാർഡ് വർക്കിംഗ്. അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിലിജൻറ്റ്? ഹാർഡ് വർക്കിംഗ്. അപ്പം എന്താ ഡിലിജൻറ്റ് സ്പെല്ലിങ്? DILI എന്നാണ് കേട്ടോ. DILI എന്നാണ് ഡിലിജൻറ്റ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് വെച്ചാൽ ഡിലിജൻ്റ് ആണ്. DILI ഡിലിജൻറ്റ്. അടുത്ത ഫിസിബിൾ ആണ്, അഫക്റ്റ് ആണ്, എക്സ്പോഷർ ആണോ, ചാരിറ്റി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരിറ്റി കറക്റ്റ് ആണല്ലോ. എക്സ്പോഷർ കറക്റ്റ് ആണ്. അഫക്റ്റഡ്, എക്സ്പോഷർ എല്ലാം നോക്കിക്കേ. ഫിസിബിൾ ആണോ അതോ അഫക്റ്റഡ് ആണോ നോക്കിയാൽ. ഓക്കെ, നോക്ക് 34 കറക്റ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് FISSIBLE. ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഇല്ല. ഇതിനകത്ത് തന്നെ കേട്ടോ. ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് വരുന്നില്ല. ഫിസിബിൾ എന്ന് പറയുന്ന വേർഡ് അതിനകത്ത് ഉള്ളതാണ് കേട്ടോ. ഫിസിബിൾ FISSIBLE അങ്ങനെ ഒരു വേർഡ് ഉള്ളതാണ്. ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് വരുന്നില്ല കേട്ടോ. എല്ലാം കറക്റ്റ് ആയിട്ടുള്ള വേർഡാണ്. അതിലെന്തോ എറർ വന്നതാണ്, മിസ്റ്റേക്ക് ആണ്. ഇതിനകത്ത് നോ എറർ ആണ് വരുന്നത് കേട്ടോ. ഫിസിബിൾ കറക്റ്റ് ആയിട്ടുള്ള വേർഡാണ്. അഫക്റ്റഡ് കറക്റ്റ് ആയിട്ടുള്ള വേർഡാണ്. എക്സ്പോഷർ കറക്റ്റ് ആയിട്ടുള്ള വേർഡാണ്. ചാരിറ്റിയും കറക്റ്റ് ആയിട്ടുള്ള വേർഡാണ് കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള വേർഡാണ്. ഫിസിബിൾ എന്ന് പറയുന്നൊരു വേർഡ് ഉള്ളതാണ് കേട്ടോ.
ഫിസിബിൾ എന്ന് പറയുന്ന വേർഡ് എന്ന് വെച്ചാൽ ഏബിൾ ടു ബി ഡിവൈഡഡ് ഈസിലി ഇൻറ്റു പീസസ്. അതായത് ഏബിൾ ടു ബി ഡിവൈഡഡ് ഇൻറ്റു പീസ്. ഈ ആറ്റം ബോംബും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ബോംബും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ് ഫിസിബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഫിസിബിൾ, ഫ്യൂഷൻ, ഫിസിബിൾ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫിസിബിൾ എന്നൊക്കെയുള്ള വേർഡ് ബോംബ്. ഏബിൾ ടു ബി ഡിവൈഡഡ് ഈസിലി ഇൻറ്റു പീസസ് എന്നാണ്. ഏബിൾ ടു ബി ഡിവൈഡഡ് ഈസിലി ഇൻറ്റു പീസസ്. പീസാക്കാൻ പെട്ടെന്ന് കഴിവുള്ളതിനെ പറയുന്ന പേരാണ് ഫിസിബിൾ. അത് FISSIBLE തന്നെയാണ് അതിൻ്റെ സ്പെല്ലിങ് കേട്ടോ. എക്സ്പോഷർ എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്. ഹാവിങ് ഡയറക്റ്റ് കോണ്ടാക്ട് ഓർ എക്സ്പീരിയൻസ് വിത്ത് സംതിങ് എന്നാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലയോ സൺലൈറ്റ് എക്സ്പോഷർ, അതില്ലയോ സൂര്യൻ്റെ നേരിട്ടുള്ള എക്സ്പോഷർ നമ്മൾ ഏൽക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് സൂര്യതാപം ഏൽക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, സൂര്യതാപം ഏൽക്കുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യൻ്റെ സൺലൈറ്റിൻ്റെ എക്സ്പോഷറുമാണ് അല്ലേ. ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോഷർ. അത് ഗ്രേറ്റ്ഫുൾ ആണ്, എക്രോസ് ആണ്, നാവിഗേറ്റ് ആണ്, പെർസ്യൂഡ് ആണ്. നമുക്ക് അറിയാം ഗ്രേറ്റ്ഫുൾ എന്നുള്ള വേർഡ് കറക്റ്റ് ആണ് അല്ലേ. ഗ്രേറ്റ്ഫുൾ മീൻസ് താങ്ക്ഫുൾ എന്നാണ്. എക്രോസ് തെറ്റാണ്. ACC ഇല്ല, ACA ഉള്ളൂ ഇല്ലയോ. ACROSS എക്രോസ്. നാവിഗേറ്റ് ശരിയാണ്. പെർസ്യൂഡ് കറക്റ്റ് ആണ്. പെർസ്യൂഡിൻ്റെ മീനിങ് എൻകറേജ് എന്നാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പെർസ്യൂഡ്? എൻകറേജ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പെർസ്യൂഡ്? എൻകറേജ്. എൻകറേജ് കേട്ടോ. പെർസ്യൂഡ് എക്രോസിൻ്റെ സ്പെല്ലിങ് ACC അല്ല, ACROSS എക്രോസ്. ഇതാണ് എക്രോസ്. നാവിഗേറ്റ് മീൻസ് ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ചെയ്യാണ്. നാവിഗേറ്റ് മീൻസ് ഡയറക്റ്റ്. ഗ്രേറ്റ്ഫുൾ മീൻസ് താങ്ക്ഫുൾ എന്നാണ്. ഗ്രേറ്റ്ഫുൾ എന്താണ്? താങ്ക്ഫുൾ എന്നാണ്. അടുത്തത് കരിക്കുലർ എന്നാണോ? കരിക്കുലർ എന്നുള്ളത് ദ പ്രിൻസിപ്പൽ അനൗൺസ് സെവറൽ കരിക്കുലം ചേഞ്ചസ് ഫോർ ദ അപ്കമിങ് ഇയർ. ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത്? ഓപ്ഷൻ നമ്പർ B ആണ് കറക്റ്റായിട്ടുള്ള. കരിക്കുലർ എന്നുള്ളതാണ്. കരിക്കുലർ CURRICULAR കരിക്കുലർ എന്നാണ് വേർഡാണ് അല്ലേ. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ICIU എന്നുള്ളത് വരത്തില്ല. കരിക്കുലർ CURRICU കരിക്കുലർ എന്ന് വരത്തില്ല. CURL കരിക്കുറൽ എന്ന് വരത്തില്ല. കരിക്കുറൽ എന്നാണ് മൂന്നാമത്തെ വേർഡിന്. അത് കരിക്കുലമിൻ്റെ സ്പെല്ലിംഗ് അതല്ല. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തതാണ് കരിക്കുലർ എന്നുള്ളത്. CURRICULAR കരിക്കുലർ എന്നുള്ള വേർഡാണ് കേട്ടോ. അടുത്തത് എക്സ്ക്യൂസൈറ്റ്, അക്കലേറ്റ്സ്, റെസ്റ്റോറൻറ്റ്, ക്യുസീൻ. ക്യുസീൻ എന്നുള്ള വേർഡ് ഞാൻ ഇതുപോലെ പറഞ്ഞു, നമ്മളെ ഗവൺമെൻറ് പറഞ്ഞ പോലെ ക്യുസീൻ എന്നുള്ള വേർഡ് ഇതേപോലെ റെസ്റ്റോറൻറ്റായിട്ട് റിലേറ്റപ്പെട്ട ഒരു വേർഡാണ് കേട്ടോ. റിലേറ്റഡ് ടു കുക്കിംഗ് എന്നാണ് വേർഡ് കേട്ടോ മീനിങ്. അപ്പോൾ ക്യുസീൻ ആണ് വായിക്കുന്നത്, ക്യുഷൻ എന്ന് വായിക്കരുത്. അപ്പോൾ ക്യുസീൻ എന്താണ് വായിക്കേണ്ടത്? ക്യുസീൻ, CUISIN. ക്യുസീൻ മീൻസ് റിലേറ്റഡ് ടു കുക്കിംഗ്. റെസ്റ്റോറൻറ്റിൻ്റെ സ്പെല്ലിംഗ് ഓക്കെയാണ്. അക്കലേറ്റ്സ് മീൻസ് സ്ട്രോങ് ആയിട്ടുള്ള പ്രൈസ് ചെയ്യുക. അക്കലേറ്റ്സ് മീൻസ് പ്രൈസ് അല്ല അവാർഡ്സ്. അക്കലേറ്റ്സ് മീൻസ് സ്ട്രോങ് പ്രൈസ്, ശക്തമായി പുകഴ്ത്തുക എന്നാണ്. അത് അപ്രൂവൽ എന്നൊക്കെയുള്ള മീനിങ് ആണ്. എക്സ്ക്യൂസൈറ്റ് തെറ്റാണ്. EXQUI എന്നാണ്. എക്സ്ക്യൂസൈറ്റിൻ്റെ മീനിങ് എന്താണ്? EXQUISITE എക്സ്ക്യൂസൈറ്റ്. ഓക്കെ, എക്സ്ക്യൂസൈറ്റ് ആണ് കറക്റ്റ്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ എന്നാണ്, അല്ലെങ്കിൽ ഡെലിക്കേറ്റ് അല്ലെങ്കിൽ സൂപ്പർബ് എന്നൊക്കെയാണ് എക്സ്ക്യൂസൈറ്റ്. വാട്ട് ഇസ് ദ മീനിങ് എക്സ്ക്യൂസൈറ്റ്? എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ സൂപ്പർബ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. അടുത്തത് പ്രൊലിഫിക് ആണ്, പ്രൊഡിഗൽ ആണ്, പ്രോലിഫറേറ്റ് ആണ്, പ്രൊലോങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊലിഫിക് കറക്റ്റാണ്. പ്രൊലിഫിക് കറക്റ്റാണ്. പ്രൊഡിഗൽ കറക്റ്റാണ്. പ്രൊഡിഗൽ. ക്യുസീൻ മീൻസ് സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആണ്, റിലേറ്റഡ് ടു കുക്കിംഗ് ആണ്, അതറിയാലോ. പ്രോലിഫറേറ്റ് തെറ്റാണ്. പ്രോലിഫറേറ്റ് മീൻസ് പെരുകുക എന്നാണ്. പ്രൊലിഫിക് അത് തന്നെയാണ്, ഇൻക്രീസിങ് എന്നാണ് കേട്ടോ. ഇൻക്രീസിങ്. പ്രൊലോങ് വെച്ചാൽ നീണ്ടു നിൽക്കുന്നതാണ്. എക്സ്റ്റെൻഡ് ടു എ ലെങ്തി പീരീഡ്. പ്രൊലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്നതാണ്. പ്രോലിഫറേറ്റിൻ്റെ മീനിങ് അല്ല സ്പെല്ലിങ് PROLIFERATE. പ്രോലിഫറേറ്റ് ഇതാണ് പ്രോലിഫറേറ്റിൻ്റെ മീനിങ് കേട്ടോ. പ്രൊലിഫിക് എന്ന് വെച്ചാൽ പ്രൊഡിഗൽ എന്ന് വെച്ചാൽ പ്രോലിഫറേറ്റ് വെച്ചാൽ പ്രൊലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡിഗൽ. പ്രോലിഫറേറ്റ് എന്ന് വെച്ചാൽ ഇൻക്രീസ് റാപ്പിഡ്ലി ഇൻ നമ്പർ ഓർ എമൗണ്ട് എന്നാണ് കേട്ടോ. ഇൻക്രീസ് റാപ്പിഡ്ലി ഇൻ നമ്പർ ഓർ എമൗണ്ട്. പ്രൊലിഫിക് മീൻസ് പ്ലെൻറ്റിഫുൾ എന്നാണ്, ധാരാളം എന്നാണ്. പ്രൊലിഫിക് എന്ന് വെച്ചാൽ എന്താണ്? ധാരാളം. പ്രൊഡിഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ലാവിഷ് എന്നാണ് പ്രൊഡിഗൽ മീൻസ് ലാവിഷ് ആണ്, അല്ലെ എക്സ്ട്രാവാഗൻ്റ് എന്നാണ്. പ്രൊഡിഗൽ എന്താണ്? ലാവിഷ് ഓർ എക്സ്ട്രാവാഗൻ്റ് എന്നാണ്. അടുത്തത് സെലക്ട് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ അസ്റ്റോണിഷിംഗ്ലി മീൻസ് സർപ്രൈസിംഗ്ലി എന്നാണ്. അസ്റ്റോണിഷിംഗ്ലി മീൻസ് എന്താണ്? സർപ്രൈസിംഗ്ലി എന്നാണ്. ഓക്കെ, അത് ശരിയാണ്. അപ്രോപ്രിയേറ്റ്ലി തെറ്റാണ് അല്ലേ. അപ്രോപ്രിയേറ്റ്ലിക്ക് PREA അല്ല, PRIA ആണ്. അപ്രോപ്രിയേറ്റ്ലിയുടെ സ്പെല്ലിംഗ് APPROPRIATELY എന്നാണ്. അപ്രോപ്രിയേറ്റ്ലി. അപ്പം ഇൻകറക്റ്റ് ആയിട്ടുള്ള 39th വണ്
ഇൻകറക്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ്ലി എന്നുള്ള വേർഡാണ് PRIA എന്നാണ്. അനലിറ്റിക്കലി അപ്പാരൻ്റ്ലി മീൻസ് വെരി ക്ലിയർലി എന്നാണ് കേട്ടോ. അപ്പാരൻ്റ്ലി. നെക്സ്റ്റ് ആണ് ഗ്രാൻറ്റിങ്. ഗ്രാൻറ്റിങ് എന്നുള്ളതിനകത്ത് നിന്ന് കറക്റ്റ്ലി സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് റെക്ടിഫൈസ് ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. താങ്ക് യു ഫോർ ഗ്രാൻറ്റിങ് മീ 2 days ലീവ്. അപ്പോൾ ഏതാണ് ഗ്രാൻറ്റിങ് എന്നുള്ള സ്പെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ നമ്പർ സി ആണ് ഗ്രാൻറ്റിങ്. ഓപ്ഷൻ നമ്പർ സി ഗ്രാൻറ്റിങ്. GRANTING ഗ്രാൻറ്റിങ്. ഗ്രാൻറ്റിങ് എന്താണ്? ഗ്രാൻറ്റിങ് അനുവദിക്കുക എന്നാണ്. ഗ്രാൻറ്റിങ് മീൻസ് അനുവദിക്കുക. താങ്ക് യു ഫോർ ഗ്രാൻറ്റിങ് മീ 2 days ലീവ്. 2 ദിവസം ലീവ് അനുവദിച്ചതിൽ താങ്ക് യു നന്ദി ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഗ്രാൻറ്റിങ് GRANTING ഗ്രാൻറ്റിങ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്ന വേർഡ്സുകൾ ഇത്രയാണ്. ഓക്കെ, അപ്പം താങ്ക് യു. ഹാപ്പി ലേണിംഗ് ഫോർ എവറി വൺ. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക GDക്ക്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായി നിങ്ങൾക്ക് GDക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ക്ലോസ് ടെസ്റ്റ് ചോദിക്കാറുണ്ട്, സിനോണിംസ് ആൻറ്റോണിംസ് ചോദിക്കാറുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾക്ക്. പിന്നെ ഓഡ് വൺ ഔട്ട് പോലുള്ള വേർഡുകൾ ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നത് വൺ വേർഡ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ വൺ ഹൂ ലവ്സ് മാൻ കൈൻഡ്, വൺ ഹൂ ഹെയ്റ്റ്സ് മാൻ കൈൻഡ്, വൺ ഹൂ ഹെയ്റ്റ്സ് വിമൻ, വൺ ഹൂ ഹെയ്റ്റ്സ് മാൻ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള വൺ വേർഡുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ എല്ലാം കൂടെ ഒന്ന് നോക്കുക കേട്ടോ. സോ ഹാപ്പി ലേണിംഗ് ഫോർ ടു എവ്രി വൺ. ഓക്കെ, താങ്ക് യു.